ഫ്രാൻസിസ് മാർപ്പാപ്പ കഴിഞ്ഞ ദിവസം G7 ഉച്ചകോടിയിലിടയിൽ നരേന്ദ്രമോദിയുമായി നടത്തിയ ഊഷ്മളമായ സംഭാഷണങ്ങളൊക്കെ ഏവരും കണ്ടതാണ്. വലിയ ട്രെൻഡിങ് ആയതിൻ്റെ വീഡിയോകൾ മാറിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഒരു ട്വീറ്റ് എക്സിൽ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം അതിൽ പറയുന്ന കാര്യം മാർപ്പാപ്പയെ വീണ്ടും താൻ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച വിവരമാണ്. കാരണം 2021 ഒക്ടോബർ മാസത്തിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മാർപ്പാപ്പയുമായി അവസാനമായി കൂടിക്കാഴ്ച നടത്തി. ആ സമയത്ത് മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരുന്നു. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ ആ സന്ദർശനം ഉണ്ടായില്ല. നമ്മുടെ ഇന്ത്യ സന്ദർശിക്കുന്നതിനുള്ള ആ സന്ദർശനം ഉണ്ടായില്ല. വീണ്ടും അദ്ദേഹത്തെ ക്ഷണിച്ചിരിക്കുകയാണ് ഇന്ത്യയിലേക്ക് എത്തണമെന്ന് പറഞ്ഞ്. നമുക്കറിയാം, ഇന്നത്തെ ആ വീഡിയോ കണ്ടവർക്കെല്ലാം അറിയാം, ലോക നേതാക്കൾക്കെല്ലാം ഹസ്തദാനം നൽകുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിക്കുന്ന ഒരു മാർപ്പാപ്പയാണ് നാം കണ്ടത്. അതിൽ നിന്ന് വ്യക്തമായ ഒരു സന്ദേശം ഈ ലോകത്തിന് നൽകാൻ മാർപ്പാപ്പയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ലോകരാജ്യങ്ങൾ വിലയിരുത്തുന്നത്. ഏതായാലും ഇന്ത്യയിൽ മാർപ്പാപ്പ എത്തുമ്പോൾ 4 ഇടങ്ങളിലായിരിക്കും മാർപ്പാപ്പ പങ്കെടുക്കുന്ന പരിപാടികൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതിൽ ഒരു ഇടം കേരളമായിരിക്കും. കേരളത്തിൽ എവിടെ ആയിരിക്കും എന്നുള്ള കാര്യം ഏതാണ്ട് ഒരുപക്ഷെ സഭാവിശ്വാസികൾക്കും മറ്റും മനസ്സിലായിട്ടുണ്ടാകും. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു ഊഹാഭോഗത്തിന് തയ്യാറല്ല. കാരണം ഇത് മാർപ്പാപ്പ ഇവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ BJPയുടെ നേതാക്കന്മാരുണ്ട്. ഒരുപക്ഷെ അവിടൊക്കെ തന്നെയാണ് വരാനുള്ള സാധ്യതകൾ കൂടുതലും. ഏതായാലും കേരളത്തിൽ മാർപ്പാപ്പ എത്തും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒരു ഉറപ്പ് ആയതായിട്ടാണ് ചില സൂചനകൾ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.